അസർബൈജാൻ തലസ്ഥാനമായ ബാക്കുവിൽ നിന്നും ഷാർജ വഴി കുവൈറ്റിലേക്ക് പോവുകയായിരുന്ന എയർ അറേബ്യ വിമാനത്തിലെ യാത്രക്കാരായ 3 മലയാളികൾ ഉൾപ്പെടെയുള്ള 8 ഇന്ത്യൻ പൗരന്മാർ പാകിസ്ഥാനിലെ കറാച്ചി വിമാനത്താവളത്തിൽ കുടുങ്ങിയിരുന്നു. അവർ പാലക്കാട് നിന്നുമുള്ള മലയാളികളാണ്. പാലക്കാട് കൊടുമ്പും സ്വദേശി കൃഷ്ണദാസ് നഗലൂർ, ഭാര്യ ഡോക്ടർ രശ്മി മേനോൻ, എറണാകുളം കാലടി സ്വദേശിനി മകൾ സ്മൃതി മേനോൻ, 3 വയസ്സുള്ള മകൾ സ്മൃതി മേനോൻ എന്നിവരാണ് കുടുങ്ങിക്കിടക്കുന്നു എന്ന വിവരങ്ങൾ വരുന്നത്. വി അരുൺ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഇന്നലെ കറാച്ചിയിലുണ്ടായ പ്രതിഷേധങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഇവർക്ക് അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നത് മനസ്സിലാകുന്നു. ഇവരുമായി ബന്ധപ്പെട്ട് കൂടുതൽ ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് അരുൺ? അവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ വിജയം കാണുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 12:00 അവർ ശ്രീലങ്കയിൽ വിമാനമാർഗം പാകിസ്ഥാനിൽ നിന്ന് വിമാനമാർഗം കൊളംബോയിലെത്തി. ഇന്ന് അർദ്ധരാത്രി നാളെ പുലർച്ചെ 3-ാം തീയതി പുലർച്ചെ അവർ ശ്രീലങ്കൻ എയർവേസിന്റെ വിമാനത്തിൽ ഡൽഹിയിലേക്ക് തിരിക്കും. അവിടെ നിന്ന് കൊച്ചിയിലേക്കും അവർ എത്തും. അതായത് അവരെ സുരക്ഷിതരായി ശ്രീലങ്കയിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി ഇന്ത്യയിലേക്ക് വരാനുള്ള വിമാനം കാത്താണ് അവർ ഇന്ന് ശ്രീലങ്കയിൽ തുടരുക. അവരെ വലിയ ആശങ്ക ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു ഈ യുദ്ധ സാഹചര്യത്തിനിടയിൽ പാകിസ്ഥാനിൽ കുടുങ്ങിപ്പോയ 3 മലയാളികൾ അസർബൈജാൻ തലസ്ഥാനമായ ബാക്കുവിൽ നിന്ന് ഷാർജ വഴി കുവൈറ്റിലേക്ക് പോവുകയായിരുന്ന എയർ അറേബ്യ വിമാനത്തിലെ യാത്രക്കാരായിരുന്നു ഇവർ. പാലക്കാട് കൊടുമ്പ് സ്വദേശി കൃഷ്ണദാസ് നാഗലൂർ, ഭാര്യ ഡോക്ടർ രശ്മി മേനോൻ, 3 വയസ്സുള്ള മകൾ സ്മൃതി മേനോൻ ഇവരുൾപ്പെടെ 8 ഇന്ത്യൻ പൗരന്മാരാണ് പാകിസ്ഥാന്റെ കറാച്ചി വിമാനത്താവളത്തിൽ കുടുങ്ങിയത്. സംഘർഷ സാഹചര്യത്തെ തുടർന്ന് വിമാനം പാതമാറ്റുകയും കറാച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തരമായത് ലാൻഡ് ചെയ്യുകയുമായിരുന്നു. മലയാളി യാത്രക്കാർ കുവൈറ്റിൽ നിന്നുള്ള ലോ കേരള സഭ അംഗം വഴി ആണ് നോർക്ക റൂട്ട്സിനെ ബന്ധപ്പെട്ടത്. അതിനടിസ്ഥാനത്തിൽ നോർക്ക വിദേശകാര്യ മന്ത്രാലയം ബന്ധപ്പെടുകയും അവിടെ പാകിസ്ഥാനിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടുകയും ചെയ്തു. അതിനെ തുടർന്നാണ് ഇവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഒരുങ്ങിയത്. പാകിസ്ഥാനിൽ നിന്ന് വിമാനമാർഗം അവർ കൊളംബോയിൽ എത്തിക്കഴിഞ്ഞു. നാളെ പുലർച്ചെ അവർ അവിടെ നിന്ന് ഡൽഹിയിലേക്ക് എത്തും. അവിടെ നിന്ന് കൊച്ചിയിലേക്കും അവർ നാളെ വൈകുന്നേരത്തോടുകൂടി തന്നെ എത്തും. ആ രീതിയിലാണ് അവരുടെ റൂട്ട് ഇപ്പോൾ ചാർട്ട് ചെയ്തിരിക്കുന്നത്. തീർച്ചയായും എന്തായാലും പാകിസ്ഥാനിൽ കുടുങ്ങിക്കിടന്ന 3 മലയാളികൾ അവരെ സംബന്ധിച്ചുള്ള ആശങ്കകൾ നീങ്ങുന്നു എന്ന വിവരമാണ് വി അരുൺ പങ്കുവച്ചിരിക്കുന്നത്. അവർ സുരക്ഷിതമായി കൊളംബോയിൽ എത്തിയിരിക്കുന്നു. ഇനി അവിടെ നിന്ന് ഡൽഹിയിലേക്കും അവിടെ നിന്ന് കൊച്ചിയിലേക്കും അവരെ എത്തിക്കും എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഇന്നലെ നമ്മളോട് ന്യൂസ് 8 ഉൾപ്പെടെ അവരുടെ സംഭാഷണം നമ്മൾ പുറത്തുവിട്ടതാണ്. വലിയ രീതിയിലുള്ള ഒരു ആശങ്ക അവരെ സംബന്ധിച്ചുണ്ടായിരുന്നു. ഇപ്പോൾ അത് നീങ്ങിയിരിക്കുന്നു. അവർ സുരക്ഷിതരായി കൊളംബോയിൽ എത്തിയിരിക്കുന്നു. അവിടെ നിന്ന് കേരളത്തിലേക്ക് എത്തി